നമ്മുടെ സോണിയാഗാന്ധി ഇന്ത്യ വിട്ട് പോകാൻ പോവാണ്. ഇനി ഇറ്റലിയിലേക്കല്ല, യുകെയിൽ എവിടെയെങ്കിലും പോയി താമസിക്കാൻ പോകുന്നു എന്നൊക്കെ ഒരു വാർത്ത കുറച്ച് ദിവസമായിട്ട് ഓൺലൈൻ മീഡിയകളിലൊക്കെ കാണുന്നുണ്ട്. അതിനുള്ള വല്ല സാധ്യതയുണ്ടോ? തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇംഗ്ലണ്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ രക്ഷപ്പെട്ട് ഒളിവിൽ താമസിക്കുക. ഇപ്പോൾ സുനിലിന് ഓർമ്മയില്ലേ, ഒരു സംഗീത സംവിധായകൻ നദീം ശ്രാവൺ എന്തോട്ട് പറഞ്ഞിട്ട് ഒരു സംഗീത സംവിധായകൻ ടീമുണ്ടായിരുന്നു, നദീം ശ്രാവൺ. അതിൽ നദീം എന്ന് പറയുന്ന മനുഷ്യൻ ബോംബെയിലാണ്. അയാളാണ് ടി സീരീസ് കാസറ്റിൻ്റെ ഉടമസ്ഥനായ ഗുൽഷൻ കുമാറിനെ വെടിവെച്ച് കൊല്ലാനായിട്ട് ഓർഡർ ഇട്ടത്. അയാൾ എന്നിട്ട് അയാൾ രാഖിരാമൻ സ്ഥലം വിട്ടു. അയാൾ ഇംഗ്ലണ്ടിൽ ഇപ്പോഴും സുഖവാസത്തിലാണ് കഴിയുന്നത്. എത്ര വർഷമായി? നമുക്ക് ഈ കുറ്റവാളികളെ കൈമാറുന്ന കരാറുണ്ടല്ലോ. ഉണ്ട്, പക്ഷേ അതൊക്കെ ഇവർക്ക് മറ്റേ മുസ്ലിമാണല്ലോ. അപ്പോൾ അവർക്ക് അവരെന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ പറഞ്ഞാൽ ഷിംജിത എന്തൊരു പെണ്ണിന് ഇപ്പോൾ ജാമ്യം കൊടുത്തില്ലേ, അവരെന്ത് ചെയ്താലും കുഴപ്പമില്ലല്ലോ, അവർ മുസ്ലിങ്ങളല്ല. അപ്പോൾ ഇവർ ക്രിസ്ത്യനാണ്. പിന്നെ ഇവർക്ക് ഇറ്റലിയിൽ തന്നെ തിരിച്ചു പോകാം. സുനിൽ പറയുന്നത് നമ്മുടെ സോണിയാഗാന്ധി ഒന്നുമല്ല അവർ ഇറ്റാലിയൻ വനിതയായിരുന്നു. അവർ ഇന്ത്യയിൽ 1983 ശേഷമാണ് പൗരത്വം എടുക്കുന്നത്. അവർ ഇറ്റാലിയൻ വനിത. 80 വോട്ടർ പട്ടികയിൽ പേര് വന്നു, പൗരത്വം ഇല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞ പോലെ അവർ അതിനെതിരെ ആക്ഷനൊന്നും എടുക്കാനുള്ള കാര്യം. അപ്പോൾ ഈ 83 മുമ്പ് അവർ ഇറ്റാലിയൻ വനിതയായിരുന്നു. ഇറ്റലിയിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ സ്ത്രീ ഇനിയിപ്പോൾ അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ അവർ ഒരിക്കൽ ഇറ്റാലിയൻ ഇറ്റാലിയൻ പൗരത്വമായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും പൗരത്വം ഉപേക്ഷിച്ച് കഴിഞ്ഞാലും തിരിച്ചു പോയി പൗരത്വം അവർക്ക് കിട്ടും നാച്ചുറലി. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇറ്റലിയിലേക്ക് തിരിച്ചു പോകാം. പിന്നെ ആൾക്കാർ പറയണ അവർക്ക് സർദീനിയ എന്ന് പറഞ്ഞ ഒരു ദ്വീപുണ്ട്. സർദീനിയ ഇറ്റലിക്ക് അടുത്ത് തന്നെയുള്ളൊരു ദ്വീപാണ് സർദീനിയ. അപ്പോൾ അവിടെ അവർക്കൊരു വലിയ എന്താ പറയണ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട് അവർക്ക് അവിടെ. ആർക്ക്? സോണിയാഗാന്ധിക്ക്. അവരുടെ അമ്മയുടെ അനീത്തിയുടെയും പേരിലായിരിക്കും, ഇവരുടെ പേരിൽ മേടിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഡേവിഡ് സെൽസർ എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് നോവലിസ്റ്റ് ഉണ്ട്. അയാളൊരു പുസ്തകം എഴുതി, ആ സിനിമയൊക്കെ ആക്കുമായിരുന്നു. ദ ഒമൻ എന്ന് പറഞ്ഞു. സുനിൽ കണ്ടിട്ടുണ്ട്? ഗ്രിഗറി പെക്കൊക്കെ അഭിനയിച്ച ആ 3 ഭാഗം. ആ സിനിമ ഒന്ന് കാണണം. ആ സിനിമ അതുകൊണ്ട് ഒറ്റക്കിരുന്ന് കണ്ടാൽ എന്തോ സമ്മാനം കിട്ടുമെന്നൊക്കെ പണ്ട് പ്രചാരണം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കേട്ടിരുന്നു. കുറച്ച് ഭീകരമാണ് മ്യൂസിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും. പിന്നെ സായിപ്പ് സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ. ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയും, ഓമൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അത് തനിച്ചിരുന്ന് കണ്ടാൽ വലിയ പൈസ സമ്മാനം കിട്ടും, അങ്ങനെ കണ്ടവരൊക്കെ ചത്തുപോയിട്ടുണ്ട്, ഇതൊക്കെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അത് ചത്തുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. ഞാൻ ആ സിനിമ കണ്ടു, ഞാൻ പേടിച്ചു, കുറേ ദിവസം ഉറങ്ങാതിരുന്നിട്ടുണ്ട് അത് കണ്ടിട്ട്, പേടിച്ചിട്ട്. കാരണം ഈ നമ്മുടെ മാന്ത്രിക നോവലൊക്കെ എഴുതൂലേ, PV തമ്പിയനൊക്കെ, അവരെയൊക്കെ തോൽപ്പിക്കുന്ന രീതിയിലാണ് അത് എഴുതിയേക്കുന്നത്. ആ നോവലൊന്ന് വായിക്കണം, അല്ലെങ്കിൽ ആ സിനിമയെങ്കിലും ഒന്ന് കാണണം. എന്നിട്ട് അതിന് 3 ഭാഗമുണ്ട്. നോവൽ ഒരു ഭാഗമേ ഞാൻ വായിച്ചിട്ടുള്ളൂ, മറ്റേ 2 സിനിമ കാണുകയും ചെയ്ത്. ഏറ്റവും അവസാനം ദ ഫൈനൽ കോൺഫ്ലിക്റ്റ് എന്നോ അങ്ങനെ എന്നിട്ട് പറഞ്ഞു. ആ സിനിമയും ഇവരുടെ ജീവിതമായിട്ട് വളരെയധികം ബന്ധമുണ്ട്, സോണിയാഗാന്ധിയായിട്ടും. അത് ഞാൻ പറയാം, കുഞ്ഞവൻ പറയാം. അത് ഇവരുടെ ഈ ലോക്സഭയിൽ ഇലക്ഷന് നിൽക്കാൻ നേരത്ത് ഇവർ കൊടുത്തിരിക്കുന്ന ഇവരുടെ ജനന സ്ഥലം ലൂസിയാന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവർ ലൂസിയാനക്കാരിയല്ല, ഇവർ ഒർബസാനോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ജനിച്ചത്. ഇപ്പോൾ ഈ മറ്റേ അനുഷ്ക, അത് പോട്ടെ, മുസോളിനിയുടെ ഫാസിസ്റ്റ് പാർട്ടിക്കാരുടെ ഇതാണ് ഇവരുടെ. കാരണം ഒരു ഫാസിസ്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അത് ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ ലൂസിയാന എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. അവിടെ അവരുടെ കാരണം ഒരു പട്ടാളത്തിലായിരുന്നു, പ്രിസണർ ഓഫ് വാർ ആയിരുന്നു, സോവിയറ്റ് യൂണിയനിൽ യുദ്ധത്തടവുകാരനായിരുന്നു അയാൾ. വെറും ഒരു എന്താ പറയണേ, ഈ മറ്റേ കല്ലാശാരിയായിട്ട് ജോലി ചെയ്യായിരുന്നു ഗ്രാമത്തിൽ. പിന്നെ അവിടെ നിന്നാണ് ഏറ്റവും പാവപ്പെട്ട ആൾക്കാർ ജീവിക്കുന്ന സ്ഥലത്താണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്, ചേരിയിൽ. ഇറ്റലിയിലും ചേരികളൊക്കെ ഉണ്ടല്ലോ, പാവപ്പെട്ടവരാണെങ്കിലും ചേരികളിൽ താമസിക്കുന്നവരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയാണ് അവർ എന്താ പറയുക അവരുടെ ജീവിതം തുടങ്ങുന്നത്. പിന്നെ ഇവിടെ വന്ന് 1998-99 അവർ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ അവർ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് കൊടുത്തിരുന്ന കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ് അവരുടെ ആൽമ മാറ്റർ എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തിരുന്നത്. കേംബ്രിഡ്ജ് ഒരു LKG സ്കൂൾ മാറ്റായിരുന്നു. അവർ കേംബ്രിഡ്ജിൽ പോയിട്ടല്ല, കേംബ്രിഡ്ജിൽ ടൗണിൽ പോയിട്ടുണ്ട് ബാർ വുമണായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി. അതാണ് അത് ചെയ്തിരിക്കുന്നത്. അവർ പിന്നെ പോയത്
ഇംഗ്ലണ്ടിൽ അവരെത്തി. ഈ മറ്റേ എഴുത്തും വായനയും പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ആശാമ്പള്ളിക്കൂടത്തിലെ പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ അത് പഠിച്ച് എഴുത്തും വായനയും പഠിച്ചു കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ഇംഗ്ലണ്ടിൽ വന്നു. അങ്ങനെ അവിടെ ഒരു ലെനക്സ് സ്കൂൾ ഓഫ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഈ വർക്കിംഗ് കേംബ്രിഡ്ജിലുള്ള അവിടെയാണ് പഠിച്ചത്. ആ കേംബ്രിഡ്ജ് ടൗണിലുള്ള ഒരു ഇംഗ്ലീഷ്, അതിന് സ്കൂൾ എന്നല്ല പറയുക, ലേണേഴ്സ് ഷോപ്പ് എന്നാ പറയുക. അവരവിടെയാണ് പഠിച്ചിരുന്നവർ. ഞാൻ ഈ പെട്ടെന്ന് ഇതിനിടയ്ക്ക് ഈ ഫോണിൽ നോക്കിയത്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടു. രണ്ടുപേരിരുന്ന് ഒരു പുരുഷനും സ്ത്രീയും ഒരു ബാറിലിരുന്ന് ബിയർ കഴിക്കുന്നു. അതിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ മദ്യസൽക്കാരത്തിൻ്റെ ബില്ല് ഇന്ത്യ ഇന്നും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. സോണിയാഗാന്ധി രാജീവ് ഗാന്ധി കൊണ്ടിരിക്കുന്നതാണ്. പ്രേക്ഷകരെ കാണിക്കാം. അതുപോലെ വേറൊന്നുണ്ട്, ഇറ്റലിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന നല്ല എൻജിനീയറിങ് പ്രോഡക്ട്സും നല്ല എന്താ പറയണ മറ്റുൽപ്പന്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇറ്റലിക്കാർക്ക് ആർക്കും വേണ്ടാത്തൊരു ഉൽപ്പന്നത്തിന് ഇന്ത്യ കൊണ്ട് ഡംപ് ചെയ്തു അവർ. എന്താ ചെയ്യും? അപ്പോൾ ഇവർ അവസാനം ഇവരുടെ പേര്, ഇവരുടെ ജനനസ്ഥലം ഒബ്രസാനോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ മാറ്റി. പിന്നെ ഇവർ കേംബ്രിഡ്ജിൽ നിന്ന് പോയിട്ടില്ല. ലെനക്സ് ഷോപ്പ് ഓഫ് ഇംഗ്ലീഷ് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെയാണ് പഠിച്ചത്. ആ സ്കൂളൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇവർ ലോക്സഭയിൽ കൊടുത്തിരുന്നത് കേംബ്രിഡ്ജിൽ നിന്ന് ഞാൻ ഡിപ്ലോമ ഇൻ ഇംഗ്ലീഷ് പാസ്സായിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയാണല്ലോ ഇവരെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അന്വേഷണം നടത്തിയിട്ടുള്ളത്. സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞു ഇവർ കേംബ്രിഡ്ജിൽ പഠിച്ചിട്ടൊന്നുമില്ല. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പോയി അദ്ദേഹം അവിടുത്തെ കോളേജുകളിലൊക്കെ അന്വേഷിച്ചു. അവരൊക്കെ എഴുതി കൊടുത്തു, ഇങ്ങനെ ഈ അന്റോണിയോ മെയ്നോന്നോ സോണിയ എന്നുള്ള പേരോ ഉള്ള ആരും ഇവിടെ വിദ്യാർത്ഥിനി ആയിരുന്നിട്ടില്ല എന്ന് അത് എഴുതി കൊടുത്തു. എന്നിട്ട് ഈ ലോക്സഭാ സ്പീക്കർക്ക് സുബ്രഹ്മണ്യ സ്വാമി എഴുത്തെഴുതി കൊടുത്തു, ഇവർ ചെയ്തിരിക്കുന്ന തെറ്റാ. ലോക്സഭാ ഹൂസിൽ ഇവരെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കേംബ്രിഡ്ജിൽ ഡിപ്ലോമയൊക്കെ ഉണ്ടെന്നാണ്. ഇവരവിടെ ഒന്നും പോയിട്ടൊന്നുമില്ല, അവരവിടെ പഠിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവരോട് എക്സ്പ്ലനേഷൻ ചോദിച്ചപ്പോൾ ഇവർ എഴുതി കൊടുത്തത് അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണെന്നാണ് എഴുതി കൊടുത്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ലോകത്തിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലെ ഏറ്റവും വലിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇതായിരിക്കും. യൂണിവേഴ്സിറ്റിയുടെ പേര് മാറിപ്പോയത്. അവസാനം ആ രാജീവ് ഗാന്ധിയുടെ തലയ്ക്ക് കയറി ഇങ്ങനെ ഇന്ത്യയിലെത്തി. 68 69 ഇന്ത്യയിലെത്തി എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് അവർക്ക് വേറെ പല സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുട്ബോളറുടെ കഥ, ഫുട്ബോളർ പോട്ടെ, അതും പോട്ടെ, വേറൊരാൾ ഇന്ത്യയിൽ വന്ന് സ്ഥിരതാമസമാക്കിയിരുന്നു ഇവര്. ഒക്ടേവിയോ കൊത്തറോക്കി എന്ന് പറഞ്ഞിട്ട്, കൊത്തറോക്കി മറ്റേ ഒരു കമ്പനി ഉണ്ടല്ലോ, സ്നാം പ്രൊഗറ്റിയുടെ ഇന്ത്യൻ ഏജന്റ് ആയിട്ട് വന്നു. അന്ന് ഇവിടെ ഒരു ഹസിര ബിജയ്പൂർ ജഗദീഷ്പൂർ പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു, HBJ. ആ വർക്ക് സ്നാം പ്രൊഗറ്റിക്ക് കിട്ടാൻ വേണ്ടി ഇയാളാണ് വന്നത്. അപ്പോൾ ഈ കൊത്തറോക്കിയുടെ അപ്പോഴത്തെ ഭാര്യയും കൊത്തറോക്കിയും കൂടി ഈ സ്ത്രീയെ കാണാൻ വേണ്ടിയിട്ടും രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും അവരുടെ വീട്ടിലെപ്പോഴും വരികയായിരുന്നു. ഈ പറഞ്ഞ പോലെ എവിടെയും ഒരു ഇന്ത്യക്ക് ഒരു ചെറിയ പൊടി ഭാഗ്യം അവിടെ ഉണ്ടായിരുന്നു. അന്ന് കേന്ദ്രത്തിൽ രാജീവ് ഗാന്ധിയുടെ കസിൻ അരുൺ നെഹ്റു ആയിരുന്നു മിനിസ്റ്റർ ഫോർ ഇന്റർണൽ സെക്യൂരിറ്റി, ആഭ്യന്തര സുരക്ഷിതത്വ വകുപ്പ് സഹമന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം വളരെ നിഷ്കർഷ പറഞ്ഞു. അതായത് ഈ പ്രധാനമന്ത്രിനെ കാണാൻ വരുന്നവർ ആരാണെങ്കിലും ശരി, അവർ മറ്റേ SPG അവിടെ വെച്ചിട്ടുള്ള ലോഗ് ബുക്കിൽ ഇന്നും ഔട്ടും എഴുതിയിരിക്കണം എന്ന് പറഞ്ഞു. ഇവരെഴുതൂല. ഈ കൊത്തറോക്കിയും ഭാര്യ വന്നാൽ അത് എഴുതൂല. അപ്പോൾ SPGക്കാർ പറഞ്ഞില്ല, അത് നിങ്ങൾ ആരെന്തൊക്കെ പറഞ്ഞാലും ശരി എഴുതിയേ പറ്റുള്ളൂ, മറ്റേ മന്ത്രാലയ ആഭ്യന്തര സുരക്ഷിതത്വ വകുപ്പിൻ്റെ ഓർഡറാണെന്ന് പറഞ്ഞു. ഈ സ്ത്രീ ആ പുസ്തകം എടുത്തുകൊണ്ട് പോയി അവിടെ നിന്ന് സോണിയാഗാന്ധി വന്നിട്ട് എഴുതണ്ടെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഈ ഒരു മതം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടവാനം വന്നു കഴിഞ്ഞപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ ക്ലിയറൻസ് കിട്ടണം, ഈ ഫണ്ട് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർ തടഞ്ഞു വെച്ചു ആഭ്യന്തര വകുപ്പ്. അതിൻ്റെ ചാർജ് ചെയ്യുക ആൾക്കായിരുന്നു, അരുൺ നെഹ്റുവിനായിരുന്നു. ഉടനെ തന്നെ കുറേ തടഞ്ഞു വെച്ച് കഴിഞ്ഞപ്പോൾ അവർ രാജീവ് ഗാന്ധിൻ്റെ അടുത്ത് പറഞ്ഞു ഇത്ര $1 തടഞ്ഞു വെച്ചിട്ടുണ്ട്, അത് റിലീസ് ചെയ്യാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ രാജീവ് ഗാന്ധി ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെന്താ മറ്റേ ബെൽജിയത്തിൽ നിന്ന് വന്ന പൈസ തടഞ്ഞു വെച്ചിരിക്കണം, അത് റിലീസ് ചെയ്യും. അതാ നിങ്ങളാ മറ്റേ ബെൽജിയൻ ഒരു പാതിരിയുടെ കാര്യമാണോ പറഞ്ഞ്, എഴുത്തിൻ്റെ കാര്യമാണോ?
അപ്പോൾ പ്രധാനമന്ത്രി അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഞങ്ങൾ ആസ് എ മാറ്റർ ഓഫ് സെക്യൂരിറ്റി പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് വന്ന കത്തുകളൊക്കെ ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നു. അന്ന് തീർന്നു. അന്ന് അരുൺ നെഹ്റുവിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കി പറഞ്ഞു വിട്ടു. വന്നിട്ട് മന്ത്രിസഭയിൽ നിന്ന് അങ്ങനെയാണ് അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് പുറത്തായത്. ഇത് പറഞ്ഞത് അരുൺ നെഹ്റു എൻ്റെ അടുത്ത് ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് കണ്ട്, മന്ത്രിയൊന്നും അല്ലാതായിരുന്ന സമയത്ത്. അപ്പം ഞാൻ ചോദിച്ചു, അത് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? ദ കൺട്രീസ് സെക്യൂരിറ്റി ഈസ് അറ്റ് റിസ്ക്, ഹൂഎവർ ഇറ്റ് മേ ബി. ഞാനാണ് ആൻസർ ചെയ്യേണ്ടത്. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ഓർഡർ ചെയ്യേണ്ടി വന്നു. ഞാനത് ആ ലോഗ് ബുക്കേ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞത് ഭയങ്കര തെറ്റായിപ്പോയി. അവരൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു അത്. ഇന്ത്യ ഗവൺമെൻറ്റിന് എന്താ പറയുന്നത്, പുച്ഛിക്കണേന് തുല്യമല്ലേ എന്ന് പറഞ്ഞു. പിന്നെ അത് VP സിംഗിൻ്റെ കൂടെ പോയി മിനിസ്റ്റർ ഫോർ കോമേഴ്സ് ഒക്കെ ആയി. അതിനുശേഷമുണ്ട് പിന്നെ ഉള്ള കാലത്തിലൊക്കെ ഞാൻ മദ്രാസിൽ വെച്ചിട്ട് അദ്ദേഹത്തിൽ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ പാസ്റ്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ ഇന്ത്യയിലിപ്പോൾ വളരെ സുരക്ഷിതമായി എല്ലാ സൗഭാഗ്യങ്ങളിലും കഴിയുകയാണ് സോണിയാഗാന്ധി. അപ്പോൾ എന്തിനായിരിക്കും നമ്മുടെ രാജ്യം വിട്ടു പോകുന്നത്? അവർക്ക് പേടിയുണ്ട്. ഇപ്പോൾ ഈ നാഷണൽ ഹെറാൾഡ് കേസ് അതിൻ്റെ ഡ്യൂ കോഴ്സിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വക്കീലന്മാർ, മുതിർന്ന വക്കീലന്മാർ പറഞ്ഞു, ഇറ്റ് ഈസ് ആൻ ഓപ്പൺ ആൻഡ് ഷട്ട് കേസ് വിചാരണയ്ക്ക് വന്ന തള്ളയും മോനെയും പിടിച്ച് ജയിലിലിടും. നമ്മളൊരു വീട്ടിൽ കയറി മോഷ്ടിക്കണേനേക്കാൾ ഈക്വൽ ഡേഞ്ചറസ് ആണ് കോർപ്പറേറ്റ് ഫണ്ട് എടുത്തിട്ട് നമ്മൾ മിസ്യൂസ് ചെയ്യണം. ഇവർ ചെയ്തിരിക്കുന്ന മുഴുവൻ എന്താ, ഈ അസോസിയേറ്റ് ജേർണൽസ് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്, നാഷണൽ ഹെറാൾഡ് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. ആ കമ്പനിക്ക് ഇന്ത്യയിലെ വൻ നഗരങ്ങളിലുള്ള സ്വത്ത് മുഴുവൻ അവർ കൈവശപ്പെടുത്തി അവർ കള്ളത്തരം കാണിച്ചിട്ട് അതിന് കൂട്ടുനിന്ന് കോൺഗ്രസ് നേതൃത്വവും. എന്താ ഒരു കഴുത്തും ഇതുമില്ല, ഒരു തീരെ കഴുത്തില്ലാത്തൊരു മനുഷ്യനുണ്ടായല്ലോ കോൺഗ്രസിനകത്ത്, ട്രഷററാണ് നമ്മുടെ മോത്തിലാൽ വോറ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ വിദേശങ്ങളിലുള്ള ഗുരു സാം പിത്രോഡ, പിന്നെ സുമൻ ദുബെ, പിന്നെ ഓസ്കർ ഫെർണാണ്ടസ്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ചേർന്നിട്ടാണ് ഇവർക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുത്തത്. വ്യക്തമായിട്ടല്ലേ ഇപ്പം സുനിൽ ഒരു സ്വത്ത് സമ്പാദിക്കുമ്പോൾ അവർ എന്താ സോഴ്സ് കാണിക്കണം. സോഴ്സ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും വിട്ടുപോകും. പിന്നെ വേറൊന്നുള്ളത്, ഇവർ വന്നതിന് ശേഷം ഈ നാട്ടിൽ എന്തൊക്കെ നടന്നു ഒന്ന് ആലോചിക്കുക. സഞ്ജയ് ഗാന്ധി വിമാനാപകടത്തിൽ മരിച്ചു. ഇന്ദിരാഗാന്ധിനെ സിഖ് മറ്റേ ബോഡി ഗാർഡ്സ് വെടിവെച്ച് കൊന്നു. രാജീവ് ഗാന്ധിനെ മറ്റേ ശ്രീപെരുമ്പുദൂർ വെച്ച് LTTക്കാർ കൊന്നു. അത് കഴിഞ്ഞ് പിന്നെയോ അവർക്ക് ആരൊക്കെ രാഷ്ട്രീയ എതിരാളികളായിട്ട് വരുമായിരുന്നവരൊക്കെ ദുരൂഹ സാഹചര്യങ്ങൾ, രാജേഷ് പൈലറ്റ്, മാധവറാവ് സിന്ധ്യ, ദെൻ ജിതേന്ദ്ര പ്രസാദ, സാമുവൽ രാജശേഖർ റെഡ്ഡി, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി. പിന്നെ നമ്മുടെ പ്രണാബ് മുഖർജിനെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കി ആൾ കുറേ നാൾ ആശുപത്രി കിടക്കുകയായിരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നില് ഇത് നമ്മൾ ഈ പറയില്ലേ, ഒരാള് മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിഷ്യറി ആരാണെന്ന് നമ്മൾ നോക്കും. ഓക്കെ, അതേപോലെ തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ചത്. എല്ലാവരും പറയുന്നുണ്ട്. ഒരു ചോദ്യം മാത്രം മതി, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം കൊണ്ട് ആർക്കാ ബെനിഫിറ്റ് ഉണ്ടായത്? നമുക്ക് പിന്നൊരിക്കൽ സംസാരിക്കാം, ശാസ്ത്രിയുടെയും ബാബയുടെയും മരണത്തെക്കുറിച്ച്. അതെ. അപ്പൊ അത് ആർക്കാ ബെനിഫിറ്റ് ഉണ്ടായെന്നുള്ളതെന്ന് ചോദിക്കാൻ ഇന്ത്യക്കാർക്ക് പേടിയാ. ആര് അവർക്ക് എതിരായിട്ട് നിൽക്കണം അവരെ കൊല്ലും. മറ്റേ 65 ലക്ഷം രൂപയുടെ കഥ അറിയില്ലേ? നമ്മുടെ ഒരു പാഴ്സി ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഓഫീസിൽ. എന്ത് അയാളുടെ പേര് ഞാൻ മറന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പാർലമെന്റ് ഹൗസ് ബ്രാഞ്ചിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ മാനേജർക്ക് ഫോൺ വരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. പ്രൈം മിനിസ്റ്റർ ബാത് കരേ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ഇന്ദിരാഗാന്ധിയായിട്ട് സംസാരിക്കാനാണ്, ഇത്രയും സെക്യൂരിറ്റി ഒന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അതെ എനിക്ക് 65 ലക്ഷം രൂപ അർജൻറ്റായിട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് ഫണ്ടിൽ നിന്ന് റിലീഫ് ഫണ്ടിൽ നിന്ന് വേണം. ചെക്ക് ഞാൻ വീട്ടിൽ വെച്ചിരിക്കുകയാണ്, എന്നാൽ പോയിട്ട് എടുത്തു തരാം, നിങ്ങൾ പൈസ അഡ്വാൻസായിട്ട് അയക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആളെ വിടാം പൈസ മേടിക്കാനായിട്ട്, ആളുടെ കയ്യിൽ കൊടുത്തു വിട്ടാൽ മതി എന്ന്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ പറയുന്ന പാഴ്സി അവിടെ ചെന്ന്, അയാളുടെ പേര് എന്തോ ഒരു നഗർവാല, ജിമ്മി നഗർവാല. അയാളെ പൈസ മേടിച്ചു. അയാൾക്കറിയാം ബാങ്കിൽ ചെന്ന് പൈസയും കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെക്ക് കിട്ടണല്ലോ. അപ്പോൾ മാനേജർ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും വീട്ടിലേക്കും ഫോൺ ചെയ്ത് അവർ പറഞ്ഞു, എനിക്കറിയാൻ പാടില്ല, ഞാൻ നിങ്ങൾക്ക് ഫോൺ ചെയ്തിട്ടൊന്നുമില്ല, എനിക്കറിയാൻ പാടില്ല ഈ പൈസനെ പറ്റിയിട്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് പൈസ ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു, മേടിച്ചിട്ടില്ല എന്ന്. ആ മനുഷ്യൻ ഹൃദയം പൊട്ടി മരിച്ചു. 65 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴാണ് നടക്കുന്നത്? കാലത്താണ് 1970-ലോ മറ്റേ സംഭവം നടക്കണത്.
ദെൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ജിമ്മി നഗർവാലിനെ അറസ്റ്റ് ചെയ്ത് രണ്ടാമത്തെ ദിവസം അയാളെ ജയിലിൽ മരിച്ചു കിടക്കുന്നു. പിന്നെ ഈ കേസ് അന്വേഷിക്കാനായിട്ടൊരു DYSP എന്ന് ചോദിച്ചാൽ DYSP വാഹനാപകടത്തിൽ മരിച്ചുപോയി. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും മരിച്ചുപോയി. അപ്പോൾ ആരാണ് ഈ ഫോൺ ചെയ്തത്? ഇന്ദിരാഗാന്ധി അല്ല, ആ വീട്ടിൽ നിന്നായിരിക്കും. ആയിരിക്കണം, മിക്കവാറും ആയിരിക്കണം, അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഇവർ ഈ ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. ഇപ്പം ജിമ്മി നഗർവാലയുടെ മരണമൊന്നും ഇനിയിപ്പോൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ നേരത്തെ നടന്ന മരണങ്ങളൊന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഈ എന്താ പറയണ കേസില്ലേ, അസോസിയേറ്റ് ജേർണൽസ്, അത് മിനിമം ഒരു 7 വർഷം ശിക്ഷ കിട്ടാവുന്ന കേസാണ്. അത് മിനിമം 7 വർഷം ശിക്ഷ കിട്ടാവുന്ന കേസാണ്. അതിൻ്റെ പുറകെ ഇവർ ഓടേണ്ടി വരും കുറേ. അപ്പോൾ അവർക്ക് നോക്കുമ്പോൾ മാർഗമുള്ളത് വിജയ് മല്യയും പിന്നെ നീരവ് മോദിയൊക്കെ ചെയ്ത പോലെ പോയി രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതായിരിക്കാം ഉദ്ദേശിക്കുന്നത്. പിന്നെ അവർക്ക് ഈ ചെക്കനല്ല, ഈ മറ്റേ ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ടുപോകും. പിന്നെ അല്ലാതെ ഇവിടെ നിർത്തിയിട്ട് പോയാൽ ഇവിടെ എല്ലാവരും കൂടി കൊത്തിപ്പറിക്കല്ലേ. കോൺഗ്രസിനകത്തൊരു വലിയ മൂവ്മെന്റ് നടക്കുന്നുണ്ട് സുനിൽ, ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട്. അത് വെയിറ്റ് ചെയ്ത് കാണാം നമുക്ക്. ഞാൻ എന്താ പറയണേ, കോൺഗ്രസിനകത്ത് വിവരമുള്ള കുറേ കോൺഗ്രസ്സുകാരുണ്ട്. ഇത്ര നാഷണലിസ്റ്റ് മെൻറ്റാലിറ്റി ഉള്ള കുറച്ച് കോൺഗ്രസ് അത്ര മോശമൊന്നുമല്ല രാഷ്ട്രീയ പാർട്ടി. അതിനകത്ത് നല്ല ആൾക്കാർ കുറേ പേരുണ്ട്. അവർ കപിൽ സിബാലൊന്നും അല്ല കേട്ടോ, ദയവ് ചെയ്ത് അവർ തരൂരിനൊക്കെ പെടുത്താൻ തരൂർ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രസംഗിച്ചല്ലോ, യൂണിയൻ ബജറ്റിനെ തേരാപാര വലിച്ചു കീറി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത്. അത് മുഴുവൻ ഇവനിട്ടിട്ടുള്ള വെല്ലുവിളിയാണ്. അതായത് രാഹുൽ ഗാന്ധിക്ക് ഇട്ടിട്ടുള്ള, അതായത് അവർ അതിന് മറുപടി പറയും, ഞങ്ങൾ ഇന്ന ഡെവലപ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള മറുപടി പറയും. ഇവനൊന്നും പറയാനില്ല. ഇവൻ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ കാണിച്ചു കണ്ടില്ലേ, സ്പീക്കറുടെ മുമ്പിൽ നിന്ന് എന്തൊക്കെയോ മെന്റലി റിട്ടാർഡഡ് ആണോ അയാള്? അത് സപ്പോർട്ട് ചെയ്ത് കൈയടിക്കാൻ കുറേ ശിങ്കടികളും. അവർ ഇയാളെ എങ്ങനെയെങ്കിലും എന്താ പറയണേ, മലയാളത്തിലൊരു ചൊല്ലുണ്ടെന്ന്, നാറ്റിച്ച് എന്താ പറയണ ഇറക്കി വിടുക എന്നുള്ള, അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ സോണിയാഗാന്ധി ഒരു സത്യസന്ധയായ സ്ത്രീയൊന്നുമല്ല. വളരെ അധികം അവർക്ക് വിദ്യാഭ്യാസമില്ല, ഒരു വക അറിയുമ്പോൾ അവരൊരു ലീഡറല്ല, ഷീസ് എ റീഡർ. കടലാസൊക്കെ കൊടുത്താ ഇറ്റാലിയൻ ഭാഷയിൽ എഴുതി കൊടുക്കണം എന്നാ പറയണത്. അതാണ് അവർ വായിക്കണ പോയിട്ട് മുഴുവനും. പിന്നെ അവർക്ക് പിന്നെ എന്താ വെച്ചാൽ മാഫിയയുടെ നല്ല സപ്പോർട്ടുണ്ട്. അവർ രാഷ്ട്രീയ എതിരാളികളെയും ബിസിനസ് എതിരാളികളെയൊക്കെ അവർ ശരിപ്പെടുത്തിക്കളയും അവർ. അപ്പോൾ അതാണ് കാര്യം. ഇപ്പോൾ ഈ സ്ത്രീയുടെ ഇതാണ് ഒരു സോണിയാഗാന്ധി എന്ന് പറയുന്ന പ്രതിഭാസം. ഏതായാലും ഒരുപാട് കേട്ടിട്ടില്ലാത്ത കഥകളാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുമാർ ചെല്ലപ്പൻ സാറ് ഇങ്ങനെ നമുക്കറിഞ്ഞുകൂടാത്ത രാജ്യത്ത് നടക്കുന്ന ഞെട്ടിക്കുന്ന അപസർപ്പക കഥകളെ വെല്ലുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മളോട് പറയാൻ ഇനിയും നമ്മുടെ ഇന്ത്യ ലൈവിലുണ്ടാവും. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.